ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡിഷാണ് ഇടിയപ്പം ബിരിയാണി. അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ തൈരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടും. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ ഒട്ടും പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. ഇത് നമ്മൾ കുക്ക് ചെയ്ത് ഇതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒഴിക്കുന്നതിൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 കഷ്ണം കറുവാപ്പട്ട ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ കൂടെ നമ്മൾ ബിരിയാണി മസാലയ്ക്ക് സാധാരണ ചേർക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇത്രയും ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട കണക്കാണ് ഞാൻ പറഞ്ഞത്. 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ല് മാറണം. ആ റോ സ്മെല്ല് മാറിയതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി നമ്മൾ സവാളയൊക്കെ ചേർക്കുന്നത്. ആ റോ സ്മെല്ല് മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറാകും. അപ്പോഴാണ് ശരിക്കും ആ ബിരിയാണിയുടെ ഒരു ആരോമ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ഈ സമയം ഒട്ടും നമ്മൾ തിടുക്കപ്പെട്ട് സവാളയാണ് നമ്മൾ നന്നായി സോട്ടായി കളറായി വന്ന് കഴിയുമ്പോൾ കറിയുടെ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കഴിഞ്ഞും നമ്മൾ തുടർച്ച ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സവാള പെട്ടെന്ന് നമുക്കൊന്ന് സോട്ടായി കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പൊടിക്ക് പ്രയോഗിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള നമുക്ക് സോട്ടായി കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറയാം. നമ്മൾ ഈ സവാള ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തേക്കൊന്ന് ആ സവാള അതായത് ഈ ചീനച്ചട്ടിയുടെ നടുക്ക് ഭാഗം കുറച്ച് എംറ്റി ആക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. മഞ്ഞളിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുകയും ചെയ്യും. മഞ്ഞൾ മൊരിയുന്ന മണം, ആ ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ ആ എണ്ണയ്ക്കകത്തൊരല്പം അതിനുവേണ്ടി പ്രത്യേക എണ്ണയൊന്നും ഒഴിക്കണ്ട. സൈഡിലേക്കെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഫ്രൈങ് പാനിൻ്റെ അടിയിൽ കിട്ടണം. അപ്പോഴേക്കും തന്നെ അതങ്ങ് മൂത്ത് വരും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ചിലർക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരത് ചേർക്കണ്ട. ഇതെല്ലാം കൂടി ആ റോസ്മെല്ലൊന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നുറുക്കിയ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കണേ. ഫുള്ളായിട്ടുള്ള കറിവേപ്പില ഇടുന്നതിനെക്കാട്ടി നല്ലത് ചെറുതായി നുറുക്കിയ കറിവേപ്പിലയാണ് ഈ ഡിഷിന് നമുക്ക് നല്ലത്. അത് നന്നായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് തീരെ ചെറുതായി നുറുക്കിയ 1 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് ഈ മസാല കൂടെ ചേരണം. ഇതിലേക്ക് നമ്മൾ തൈര് എക്സ്ട്രാ ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് തൈര് ചേർത്തിരുന്നല്ലോ. അതുകൊണ്ട് പ്രത്യേകം തൈര് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഈ തക്കാളിയാണ് ഈ മസാലയുടെ പുളി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് വേകാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യാവേ. അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അധിക സമയം ഇതിനായിട്ട് നോക്കി നിൽക്കേണ്ടി വരില്ല. നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് മിൻസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മിക്സിക്കകത്തൊന്ന് കറക്കിയെടുത്താൽ മതി. ഒന്ന് പൾസ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആ മസാല ചേർന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൈ ആകുന്നതിനനുസരിച്ച് പിന്നീട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇളക്കിയാൽ അത് കുഴഞ്ഞു പോകും. ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നുന്നത്. വളരെ സാവകാശത്തിൽ ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് എല്ലാ വശവും ഒരുപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടുന്നത്.
അപ്പോൾ ചിക്കൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചല്ല, പച്ചവെള്ളത്തിലാണ്. 1 കപ്പ് അപ്പത്തിൻ്റെ പൊടി, അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കും. പച്ചവെള്ളമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കട്ടകളില്ലാതെ നന്നായി ഇളക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ഈ 1.5 കപ്പ് വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു മിക്സർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ മിക്സാണ് പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഉപ്പും നെയ്യും അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഒത്തിരി വെള്ളം ഒന്നിച്ച് ചേർക്കരുത്. വെള്ളം കുറച്ച് വീതം ചേർത്ത് അത് മിക്സ്ചറാക്കിയാൽ മതി. ഒത്തിരി വെള്ളം ഒന്നിച്ച് ഈ 1.5 കപ്പ് വെള്ളം കൂടെ ഒന്നിച്ച് ഒഴിച്ചാൽ ചിലപ്പം പ്രയാസം വരും. അത് കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ കട്ടകൾ അല്പം പോലും ഉണ്ടാകരുത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഏകദേശം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒരു ഉണ്ടയായിട്ട് നമ്മൾ ഇളക്കുന്ന ഈ സ്പാറ്റുലയിൽ ഇതിങ്ങനെ കൂടി വരും. ആ സമയത്ത് മയം പുരട്ടിയ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റിയിട്ട് അല്പം എണ്ണമയം ഇതിൻ്റെ പുറമേ ഒന്ന് തൂത്ത് നമുക്ക് അടച്ചു വയ്ക്കാവേ. കാരണം ഇത് നല്ല ചൂടല്ലേ, പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിലാണ് നമ്മൾ ഇനി അടുത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അടച്ചു വെക്കാൻ ആരെയും മറന്നു പോകരുത്, അല്ലെങ്കിൽ അതിൻ്റെ പുറമേയുള്ള സർഫസ് എല്ലാം ഡ്രൈ ആയിരിക്കുമേ. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഇടിയപ്പം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ഒട്ടിപ്പിടിക്കുന്നതെന്ന് പറയാറുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ തട്ട്, അതായത് ഇഡലി തട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേറ്റിലുണ്ടാക്കുമല്ലോ, ആ പ്ലേറ്റൊക്കെ നമ്മളൊന്ന് ആ പാത്രത്തിൽ വെച്ചൊന്ന് ചൂടാക്കണം. അങ്ങനെ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞൊഴിച്ചാൽ ഒരിക്കലും കട്ട പിടിക്കത്തില്ല. ആ തണുത്തിരിക്കുന്ന പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഇതിനടിയിൽ ഇങ്ങനെ പിടിച്ചു വരുന്നത്. അതുമില്ലാത്ത കുറച്ചും കൂടെ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം അല്പം തേങ്ങ ചേർക്കും. ആദ്യം അല്പം തേങ്ങ ഇടും. അതിൻ്റെ മേളിലേക്കാണ് ഈ അരിപ്പൊടി നമ്മളല്ലാതെ ഇടിയപ്പത്തിൻ്റെ ഈ സേവനാഴിയിലൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത്. അത് പിഴിഞ്ഞൊഴിച്ച ശേഷം വീണ്ടും അല്പം കൂടെ തേങ്ങ ഇടും. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് അതിൻ്റെ മേളിൽ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ മേളിലേക്ക് വീണ്ടും ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ തേങ്ങയുടെ കൂടെ ഈ ചിക്കൻ്റെ മിക്സ് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ചിക്കൻ മാത്രമല്ല കേട്ടോ, ബീഫും ഇതുപോലെ തന്നെ വയ്ക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിനെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ച് ആവിക്ക് വയ്ക്കാം. ഒരു ലെയർ ഒരു തട്ട് വെച്ചതിന് ശേഷം അത് ചൂടായി ആവി വന്നതിന് ശേഷം അടുത്ത തട്ട് വയ്ക്കാൻ പ്രത്യേകം ഓർക്കണേ. അങ്ങനെ വയ്ക്കുമ്പോഴാണ് നല്ല ഒന്നേ തൊടാത്ത രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആർക്ക് സെർവ് ചെയ്താലും നല്ലതായിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പുതുമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം. കഴിക്കുമ്പോൾ അതൊരു സർപ്രൈസും ആകുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണേ. അപ്പോൾ ഞാനത് പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.